എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. ജനകീയ അതിഥി അധ്യാപകനും യൂട്യൂബ് സിനിമാ റിവ്യൂവറും വാർത്തകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ അശ്വന്ത് കൗർ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. അശ്വന്തിന്റെ വാദങ്ങൾക്ക് മറുവാദമായെത്തുന്നു പ്രശസ്ത നിർമ്മാതാവും ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സജി നന്ദ്യാൽ. ഇയാളെങ്ങനെ ഇവിടെ വന്ന് ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. വേഷം കെട്ടിയിരിക്കാതെ ഇത്തരത്തിൽ പുച്ഛത്തിന്റെ പരിഹാസത്തിന്റെ ഭാഷ ഉപയോഗിക്കാതെ താങ്കൾക്ക് ഈ പറയുന്ന കണ്ടന്റ് പറയാൻ കഴിയും. അല്ല അത് എന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ല. ഞാൻ എങ്ങനെ ചെയ്യണം ഞാനല്ലേ തീരുമാനിക്കുന്നത്. ഇമിറ്റേഷൻ ഓഫ് കോസ്റ്റ്യൂം, ഇമിറ്റേഷൻ ഓഫ് സൗണ്ട്, ഇമിറ്റേഷൻ ഓഫ് ബോഡി ഫിഗർ, അതാണ് ചെയ്യുന്നത്. അത് കാലാകാലങ്ങളായിട്ട് മിമിക്രിക്കാർ ചെയ്യുന്ന കാര്യം. അത് ഞാൻ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് കുറ്റകരമായി മാറുന്നത്? ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പൊ അശ്വന്ത് ഘോഷ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ കോമാളി വേഷം കിട്ടുന്ന അശ്വന്ത് ഘോഷാണ്. പോവാബി ചെല്ലുന്നിടത്തൊക്കെ ഈ പോവാതോളം പറഞ്ഞിട്ടല്ലോ പണ്ടോരോട്ടം. ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അശ്വന്ത് ഘോഷിന്റെ കോടകം തപ്പി നടന്നു. താങ്കൾ ബാന്ദ്രയുടെ സിനിമയെ താങ്കൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദിലീപിന്റെ കോസ്റ്റ്യൂം മനഃപൂർവ്വമായി നേരത്തെ തന്നെ താങ്കൾ തയ്പ്പിച്ചു വെച്ചു. എന്തിനാണ്? പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നത് അശ്വന്ത് ഗോക്കിന്റെ പ്രീ പ്ലാൻഡ് ആവട്ടെ, അശ്വന്ത് ഗോക്ക് നേരത്തെ തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ബാന്ദ്ര സിനിമ ഗംഭീരമാണെങ്കിൽ അശ്വന്ത് ഗോക്ക് എന്ത് കോമാളി വേഷം കിട്ടിയാലും എങ്ങനെ വാദിക്കാനാണ്? അല്ല ഉത്തരം പറ. അത് പറങ്ങട് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. അവിടെയല്ല അരി 10,000 എലി ആന്ധ്രാപ്രദേശിൽ നിന്ന് വരും. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. അശ്വന്ത് ഗോക്ക് റിവ്യൂ പറഞ്ഞ 2 സിനിമകൾ വൻ വിജയമായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭീഷ്മപർവയുടെ അർത്ഥം പറയൂ അശ്വന്ത് ഗോക്ക്. ഭീഷ്മപർവം എന്താണ് മോശം സിനിമയാണെന്ന് അശ്വന്ത് ഗോക്ക് എഴുതി. ഞാൻ പറഞ്ഞിട്ട് അത് പരാജയപ്പെട്ടു. പിന്നെ അപ്പൊ അശ്വന്ത് ഗോക്കിന്റെ പ്രത്യേക സ്വാധീനമില്ല അർത്ഥം. പിന്നെ ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ചാൻസ് എന്ന സിനിമയിൽ താങ്കൾ എന്തുകൊണ്ട് താങ്കൾ ആ പടത്തെ റിവ്യൂ ചെയ്തില്ല? പറയൂ. ആ സമയത്ത് ഞാൻ റിവ്യൂ ചെയ്യാറില്ല. നിങ്ങൾ എന്റെ ചരിത്രം പരിശോധിച്ചപ്പോ പോണത് മാത്രം പരിശോധിച്ചുള്ളൂ. എന്റെ ഞാൻ റിവ്യൂ ചെയ്ത അശ്വന്ത് ഗോക്ക് ബേസിക്കലി ഒരു സിനിമാ മോഹിയാണ് അല്ലേ? സിനിമ മോഹിയൊന്നുമല്ല, സിനിമ ആസ്വാദകനാണ്. അല്ല, താങ്കൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചത് ഞാൻ സെറ്റിൽ ചായ കുടിക്കാൻ പോയപ്പോ അവിടെ കയറി അഭിനയിച്ച ഒരു സീൻ നിന്ന്. അതാണ് അഭിനയം. 100% പ്രേക്ഷകരെ തൃപ്തിപ്പെടുന്ന ഒരു സിനിമ എടുക്കാൻ അശ്വന്ത് ഗോക്കിന് കഴിയും. എന്റെ മേഖല സിനിമ എടുക്കലല്ല, എന്റെ മേഖല ക്രിറ്റിസിസം ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. താല്പര്യം. എനിക്ക് ഡിസ്ട്രക്ഷൻ ആണ് ഇഷ്ടം. എനിക്ക് ഞാൻ ബോംബിടുന്നത് ഞാനാണോ? ബോംബിലാണ് ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. അശ്വന്ത് ഗോക്ക് പണം വാങ്ങി റിവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? താങ്കൾക്ക് അറിയാമോ? അക്കൗണ്ടുകൾ എന്റെ അക്കൗണ്ടില് എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്ന ആരടിക്കുന്നു? പരിശോധിപ്പിക്കപ്പെടണം. എത്രണ്ട് കിട്ടിയ മുഴുവുണ്ട്. ബില്ലെവിടെ? ബില്ലോ? ഇവനാണ് ബില്ലാതനോ? അർത്ഥം പറയൂ. ബോംബിട്ട് നശിപ്പിക്കുക. അങ്ങനെ കേട്ടില്ല. ഈശ്വർ കിടക്കുന്നത് ശരശയില്. അതല്ല ബിഷോറോ. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടെ ആയിരുന്നു? വിശ്വാറോ താങ്കളോ ചോദിക്കേ. ബിഷോറോ സുഹൃത്തെ ഇതാണല്ലേ ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി താങ്കൾ ഒരു ചാരിറ്റി കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ഞാൻ എവിടെ എന്തൊക്കെയാ പറയുന്നത്? എന്റെ സാമ്പത്തിക ലാഭം എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ജീവനാവേണ്ട പടങ്ങൾ, റിവ്യൂ കൊണ്ട് പൊളിഞ്ഞു പോയ പടങ്ങൾ ഒരു 3 പടങ്ങൾ പേര് പറയത്തില്ല. കാരണം എന്നാ പറ. ഇല്ല, പറയാൻ പറ്റില്ല. ഒരു വ്യക്തതയില്ല ഉണ്ട് സജി. നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാളെ കാട്ടുകളെ കോമാളിത്തരങ്ങളാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോമാളിത്തരം കാണല്ല. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കമായിട്ട് കുരിഞ്ഞെടുത്ത് നടക്കില്ല. ഒരു വിഷയത്തിന് അങ്ങേയറ്റം വൾഗറായ ഭാഷയിൽ അങ്ങേയറ്റം പരിഹാസവും പുച്ഛവും ഇറക്കി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആള് കാണും എന്നുള്ളത് സത്യമാണ്. തൊപ്പിയാണ് സാക്ഷ്യം അതിന്. ചോദിക്കേ. അതെ, നിങ്ങളെ സ്റ്റാർ മാജിക് അതിനുള്ള സാക്ഷിയല്ലേ? നിങ്ങളെ ചാനലല്ലേ സ്റ്റാർ മാജിക്? എങ്ങനെയാണ് അതിനകത്ത് ഈ തങ്കച്ചനെ കാണിക്കുന്നത് എന്താണ്? ഇതുപോലത്തെ കാര്യങ്ങളല്ലേ കാണിക്കുന്നത്? നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താ പറഞ്ഞേ?
അതൊന്നും നിങ്ങൾ പറയരുത്. ഇതുപോലത്തെ താങ്കൾ പറഞ്ഞ ഇതുപോലെ വേഷം കെട്ടി കാണിക്കാറില്ലേ അതാണ് ഈ review. നടന്മാരെ? അല്ല, അതാണ് review. അതാണ് review ഞാൻ പറയുന്നത്. സാർ ഇത് മിമിക്രിയെ സമ്മതിക്കൂ. കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. ഇപ്പൊ താങ്കൾ ചെയ്യുന്ന പണി തങ്കച്ചൻ പണിയാണെങ്കിൽ അല്ല അശ്വന്ത് കോക്ക് ചെയ്യുന്ന പണി തങ്കച്ചൻ ചെയ്യുന്ന പണിയാണെങ്കിൽ മിമിക്രിയാണ് സമ്മതിക്കും. എന്താണ് റിവ്യൂ എന്ന് പറയുന്നത്? ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു മിണ്ടരുത്. റിവ്യൂ ഒന്നും അതിനെന്തോ എന്തോ മഹത്വവൽക്കരിക്കുന്ന മണ്ണാങ്കട്ടെന്ന് പറയേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. അല്ലേ കാശ്മീരിന്റെ ചാനലിനെ പുറമെ പുള്ളി കൊണ്ടാണ് ഇപ്പൊ ദേഷ്യപ്പെടുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇമോറലാവല്ലേ? എന്തേ? അതായത് ഈ വികാര പരിചരിച്ചാവരുത്. ചോദിക്കട്ടെ, താങ്കൾ റിവ്യൂ ചെയ്യാൻ താങ്കളെ സമ്മതിച്ചു. 2 പേജുള്ള ഒരു സീൻ എത്ര ഷൂട്ടിൽ തീർക്കാൻ പറ്റുള്ളൂ? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. 2 സീൻ ഷോട്ട് വെക്കണ സംവിധായകന്റെ ഇഷ്ടമാണ്. അതെ, എത്ര ഷോട്ട് തീരും? അത് ഞാനാണ് സംവിധാനം, ഞാൻ തീരുമാനിക്കും എത്ര ഷോട്ട് തീർക്കണമെന്ന്. സിനിമയുടെ ABCD അറിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. കോക്കിന് സിനിമയെ പറ്റി ഒരു ചുക്കും അറിയില്ല. ഷോട്ട് എന്താ അറിയില്ല. സംവിധാനം അറിയില്ല വെച്ചു. പക്ഷേ കോക്ക് റിവ്യൂ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും കഴിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ സജി കോടാനും കൂടി രൂപ മുടക്കി ഒരു ഇൻഡസ്ട്രി വരുമ്പോ ഈ വിഡിവേഷം കെട്ടി വന്നിരുന്നിട്ട് അതൊന്നല്ല. വെറുതെ ചിരിപ്പിക്കരുത്. നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. അതല്ല, നിങ്ങളുടെ കഴിവേടിലുള്ള പണി അത്രയും ഈ തലയിൽ വെക്കരുത്. കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക, മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. നിങ്ങളുടെ കണ്ടന്റിന്റെ ബലമില്ലായ്മയാണ് പ്രശ്നം. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? ഞാൻ സമ്മതിച്ചിട്ട് അത്തണ്ടുകളെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.